മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വൈജയന്തിയുടെ സഹോദരന്മാരായ രാജീവന്റെയും ശിവശങ്കരന്റെയും ദുഷ്ടചിന്തകൾ വിഷം പോലെ കലർന്നിരുന്നു. അലീന എന്ന പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഈ പടിയിറക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അലീനയെ പരസ്യമായി അപമാനിച്ച് അവളുടെ ആത്മവിശ്വാസം തകർത്തി ഒരു വേലക്കാരിയെ പോലെ ഈ വീടിൽ നിന്നും ഇറക്കിവിടണം. അതുതന്നെയായിരുന്നു അവരുടെയൊക്കെ ദുഷ്ടപദ്ധതി. ഇതിനായി വൈജയന്തി കൃഷ്ണമോളെ കരുവാക്കി. ബാലചന്ദ്രന്റെ പ്രിയപ്പെട്ട മകൾ കൃഷ്ണമോൾക്ക് അലീനയോടുള്ള വാത്സല്യം അവർക്കൊരു ദൗർബല്യമായിരുന്നു. പോയി അലീനെ താഴേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. വൈജയന്തിയുടെ സ്വരം കടുപ്പമുള്ളതായിരുന്നു. ആശങ്കയുടെ ഭാരം പേറുന്ന ഒരു മനസ്സോടെ കൃഷ്ണമോള് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചുവടുവെച്ചു. ബാലചന്ദ്രൻ ആ സമയം അലീനയോടൊപ്പം മുറിയിലുണ്ടായിരുന്നു. കൃഷ്ണമോളെ കണ്ടതു ബാലചന്ദ്രന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു. ആ മോളെ, ഇതിപ്പോ വന്നു? സ്കൂളിൽ നിന്നും ഇപ്പൊ വന്നതേയുള്ളൂ? അദ്ദേഹം സ്നേഹത്തോടെ ചോദിച്ചു. കൃഷ്ണമോളുടെ മുഖം വിളറിയിരുന്നു. അച്ഛാ, താഴെ എല്ലാവരും ഉണ്ട്. അമ്മ കുറെ നേരമായി വന്നിട്ട്. അലീന ചേച്ചി താഴേക്ക് വിളിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്. അവളുടെ വാക്കുകൾ ഇടറി. ബാലചന്ദ്രന്റെ നെറ്റി ചുളിഞ്ഞു. വൈജയന്തിയുടെ കറുത്ത ഉദ്ദേശം ആ അച്ഛന്റെ ഹൃദയം നിമിഷ നേരം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു. തൽക്കാലം മോളൊരു കാര്യം ചെയ്യേ, ചെന്ന് പറയേ അലീന ഇപ്പോ താഴേക്ക് വരുന്നില്ലെന്ന്, അവൾക്ക് സൗകര്യമില്ലെന്ന്. ബാലചന്ദ്രൻ ശാന്തനായി എന്നാൽ ദൃഢമായി തന്നെ പറഞ്ഞു. അത് പിന്നെ അച്ഛാ, എനിക്ക് പേടിയാണ്. കൃഷ്ണമോള് മടിച്ചു. പേടിയോ? ആരെയാണ് മോൾക്ക് പേടി? ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. മോള് പേടിക്കൊന്നും വേണ്ട. അലീനെ ആരും ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോവാനോ ഇറക്കി വിടാനോ പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ പോയിട്ട് നിന്റെ അമ്മയോട് പറയും. അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അലീനയുടെ മനസ്സിൽ തീവ്രമായ സംഘർഷമായിരുന്നു. അച്ഛാ, പ്രശ്നാവോ ഞാൻ താഴേക്ക് ചെന്നില്ലെങ്കിൽ? ബാലചന്ദ്രന്റെ കണ്ണുകളിൽ കനൽ ജ്വലിച്ചു. എന്ത് പ്രശ്നം? വൈജയന്തി വിളിക്കുന്നിടത്തെല്ലാം തന്നെ നീ ഇറങ്ങി ചെല്ലണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? ഇല്ല. നിനക്കിവിടെ ശമ്പളം തരുന്നതും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നിന്റെ അച്ഛനായ ഞാനാണ്. ഞാൻ പറയുന്നത് മാത്രം നീ അനുസരിച്ചാ മതി. ആ വാക്കുകൾ അലീനയുടെ ഉള്ളിൽ ധൈര്യം നിറച്ചു. അവൾ നിശബ്ദയായി. എന്നാൽ ആത്മവിശ്വാസം വീണ്ടെടുത്തു. ആകാംക്ഷയുടെ മുൾമുനയിൽ കാത്തിരിക്കുകയായിരുന്നു വൈജയന്തിയും കൂട്ടരും. അലീന താഴേക്ക് ഇറങ്ങി വരുന്നതും അവളെ വാക്കുകൊണ്ട് കീറുമുറിച്ച് നാണം കെടുത്തുന്നതും അവർ സ്വപ്നം കണ്ടു. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. കൃഷ്ണമോൾ ഒറ്റക്കാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. എന്താടി, അലീന എവിടെ? അവൾ എന്താ പറഞ്ഞത്? വൈജയന്തിയുടെ സ്വരത്തിൽ അക്ഷമ നിറഞ്ഞു. അലീന ചേച്ചി വരുന്നില്ലെന്ന് അച്ഛൻ പറഞ്ഞു വിടുന്നില്ലെന്ന് കൃഷ്ണമോള് ഒറ്റ ശ്വാസത്തിലങ്ങ് പറഞ്ഞു. എന്ത് വരുന്നില്ലെന്നോ? കണ്ടില്ല ശിവേട്ട, ഇപ്പൊ എങ്ങനെയുണ്ട്? വൈജയന്തിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. കൃഷ്ണമോൾ ആ സംഭാഷണത്തിന് കാത്തു നിൽക്കാതെ മുറിയിലേക്ക് കയറിപ്പോയി. ശിവശങ്കരൻ രാജീവനോട് രഹസ്യമായി പറഞ്ഞു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രനും രണ്ടും കൽപ്പിച്ച മട്ടാണ്. വൈജയന്തിയുടെ ദേഷ്യം അണപൊട്ടി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് ഇങ്ങനെ തന്നെയേ വരുള്ളൂന്ന്. വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നീ പേടിക്കേണ്ട വൈജയെ, ധൈര്യമായിട്ടിരിക്ക്. എന്തു വന്നാലും നിന്റെ ആങ്ങളമാരൻ നിന്നോടൊപ്പമുണ്ട്. അവളെ ഈ വീട്ടിൽ നിന്നും ഞങ്ങൾ പടിയിറക്കും. നിയമപരമായി യുദ്ധം ചെയ്തിട്ടാണെങ്കിലും അങ്ങനെ. അതിനുശേഷമേ ഞങ്ങൾ ഇനി ഇവിടെ നിന്നും പോകുന്നുള്ളൂ. ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. എങ്കിലും വൈജയന്തിക്ക് അവിടെ നിൽക്കാനൊന്നും സാധിച്ചില്ല. അവളുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം തന്നെ തകർന്നിരുന്നു. ദേഷ്യമടക്കാനാവാതെ അവൾ മുറിയിലേക്ക് ഓടിക്കയറി. കതക് വലിച്ചടച്ചു. തകർന്നടിഞ്ഞ സ്വപ്നങ്ങളുടെ ഭാരം പേറി അവൾ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ സമയം കൃഷ്ണമോള് നേരെ അലീനടുത്തേക്ക് ചെന്നു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അലീന ചേച്ചിയെ ഇവിടെ നിന്നും അവരെല്ലാവരും ചേർന്ന് പറഞ്ഞു വിടുമോ എന്ന്. അലീന അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ മോളെ? കൃഷ്ണമോള് സന്തോഷം കൊണ്ട് അലീനയെ കെട്ടിപ്പിടിച്ചു. എനിക്ക് നല്ല വിഷമുട്ട് ചേച്ചി, എന്തെങ്കിലും കഴിക്കാൻ വേണം. അതിനെന്താ, ഇപ്പൊ തന്നെ ഞാൻ ചായ വെച്ചു തരാമെന്നും പറഞ്ഞ് അലീന നേരെ അടുക്കളയിലേക്ക് പോയി. വൈജയന്തിയുടെ മക്കളായ ബബിതയും രോഹിത്തും അമ്മയുടെ അടുത്തിലേക്ക് എത്തി. അമ്മേ, ഇതിങ്ങനെ പോയാ എങ്ങനെ ശരിയാവും? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അച്ഛൻ ഞങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ അമ്മയുടെ പക്ഷത്ത് നിന്നതുകൊണ്ടാണോ? അവരുടെ സ്വരത്തിൽ നല്ല ഭയമുണ്ടായിരുന്നു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട മക്കളെ. നിങ്ങൾ എന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ബാലചന്ദ്രൻ നിങ്ങളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ബാലചന്ദ്രന്റെ മക്കൾ തന്നെയല്ലേ. അവളെ പോലൊരുത്തിയെ പേടിച്ചിട്ട് നമ്മൾ ഈ വീട്ടിൽ നിന്നും പോവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം. അധികം വൈകാതെ ഈ പ്രശ്നത്തിന് തീർപ്പുണ്ടാക്കണം. വൈജയന്തി മക്കളെയും ആശ്വസിപ്പിച്ചു. നാണം കെട്ടുപോയ ശിവശങ്കരനും രാജീവനും തിരിച്ച് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് തന്നെ എത്തി. അടുത്തത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കൂടിയാലോചിച്ചു. ഈ സമയത്താണ് മനുശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കേട്ടതോടുകൂടെ തന്നെ മനുവിന് കടുത്ത കോപം വന്നു. അവൻ തന്റെ അച്ഛനെയും കൊച്ചച്ഛനെയും രൂക്ഷമായി തന്നെ ശകാരിച്ചു. അച്ഛൻ എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അപ്പോഴേ പറഞ്ഞേനെ ഇതിനൊന്നും മെനക്കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോവേണ്ട എന്ന്. വെറുതെ എന്തിനാച്ചാ കടപ്പാട്ടൂര് വീട്ടിൽ പോയിട്ട് നാണം കെട്ടത്? ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ?
അന്നേരം കമലമ്മ ഇടപെട്ടു. അല്ലേലും ശിവേട്ട, ഇവൻ ആ പെണ്ണിന്റെ പക്ഷത്താണ്. എന്ത് പറഞ്ഞാലും ഇവൻ അവൾക്ക് വേണ്ടി നിൽക്കും. അവൾ ഇവന് എന്ത് കൈവശമാണോ കൊടുത്തതെന്നൊന്നും അറിയില്ല. ആ ബാലചന്ദ്രൻ, ഇവനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ എന്തെങ്കിലും അഴുത്ത മോഹമുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. മനുശങ്കറിന് നിയന്ത്രണം വിട്ടു. ഈ അമ്മക്കിതെന്താ? പലവട്ടം അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. അന്നേരം ശിവശങ്കരൻ മകനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എടാ മനു, ഞാനൊരു കാര്യം പറയാം. നീ കുടുംബത്തോടൊപ്പം നിൽക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അച്ഛന്റെ പെങ്ങളല്ലേടാ വൈജയന്തി. അപ്പോ അവളോടൊപ്പമല്ലേ നമ്മൾ നിൽക്കേണ്ടത്? അന്നേരം മനു പറയുന്നത്, അച്ഛാ, ഞാൻ ന്യായം എവിടെയുണ്ടോ ആ ഭാഗത്തേ നിൽക്കൂ. അങ്ങനെ നിൽക്കാനേ എനിക്ക് കഴിയുള്ളൂ. ന്യായവും അന്യായമൊക്കെ നീ ഒരു കാര്യം ചെയ്യ്. എന്ത് ന്യായത്തിന്റെ പുറത്താണ് നീ ആ അലീന എന്ന പെണ്ണിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു അവിടെ നിലനിർത്തിയിരിക്കുന്നത്? അത് നീ ഒന്ന് ചോദിച്ചു നോക്ക്. അതിനുള്ള ഉത്തരം നീ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ നീ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും പോയിക്കോളാം. പക്ഷേ ഒരു കാരണവുമില്ലാതെ വെറുതെ ദത്തെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കാനാണ് ഭാവമെങ്കിൽ ഇത് ഞങ്ങൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ അതിനെ നിയമപരമായി തന്നെ നേരിടുക തന്നെ ചെയ്യും. അന്നേരം മനു പറയുന്നത്, അച്ഛാ, അത് ശരിയല്ല. വെറുതെ ഓരോ പൊല്ലാപ്പുണ്ടാക്കരുത്. മനുശങ്കർ താക്കീത് പോലെ നൽകി. എടാ, നീ പോയി പറഞ്ഞു കൊടുക്ക് നിന്റെ ബാലചന്ദ്രൻ അങ്കിളിനോട്. ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടാൻ പോവുകയാണെന്ന്. എന്ത് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നാണം കെട്ട് ശരിക്കും ഇറങ്ങിപ്പോവേണ്ടി വരിക ബാലചന്ദ്രൻ തന്നെയായിരിക്കും. ഈ വാക്കുകൾ മനുശങ്കറിനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. ഇതേ സമയം അലീന രേവതിക്കുട്ടിയെ വിളിച്ചു. വൈജയന്തിയുടെ സഹോദരന്മാർ വന്നതറിഞ്ഞ് രേവതിക്കുട്ടിക്ക് നല്ല ടെൻഷനായിരുന്നു. അലീന ചേച്ചി, വൈജയന്തി മാഡത്തിന്റെ സഹോദരന്മാരൊക്കെ വന്നോ? പ്രശ്നമായോ? ബാലചന്ദ്രൻ സാറ് എന്താ പറഞ്ഞത്? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളെല്ലാം തന്നെ അച്ഛൻ സോൾവ് ചെയ്തു, അലീന പറഞ്ഞു. അച്ഛനോ? രേവതിക്കുട്ടിക്ക് അത് കേട്ടിട്ട് അത്ഭുതമായി. അച്ഛനല്ല, എന്തൊക്കെയുണ്ട് അവിടെ നടന്നതെന്നൊന്നും എനിക്കറിയില്ല. ചേച്ചി എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ ചേച്ചി കാര്യം? അലീന ആ നിർണായകമായ രഹസ്യം തന്നെ വെളിപ്പെടുത്തി. അത് ഇവിടെ കുറച്ച് ദിവസം മുൻപ് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളെ. എന്നെ ഇവിടെ നിന്നും പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെയൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് രേവതിക്കുട്ടി. ഞാൻ വൈജ മാഡത്തിന്റെ മകളാണെന്നുള്ള കാര്യം ബാലചന്ദ്രൻ സാർ അറിഞ്ഞിരിക്കുന്നു. അറിഞ്ഞോ? എന്നിട്ടോ? ചേച്ചിയോട് ദേഷ്യപ്പെട്ടില്ലേ? വീട്ടിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചില്ലേ? ആ, അതല്ല രസം. ബാലചന്ദ്രൻ സാർ എന്നെ മോളായിട്ട് അംഗീകരിച്ചു, എന്നെ ദത്തെടുത്തു. ഇപ്പോ ഞാൻ സാറിന്റെ മകളാണ്. എന്റെ അച്ഛനാണ് ബാലചന്ദ്രൻ. അതുകൊണ്ട് എന്നോട് അച്ഛ എന്ന് വിളിച്ചോളാനും പറഞ്ഞു. ഇവിടെ കൃഷ്ണമോൾക്കും ഭവിതക്കും ഒക്കെ എന്ത് പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെയാണ് എന്നെയും കാണുന്നത്. എന്നാൽ അലീനയുടെ വാക്ക് കേട്ട് രേവതിക്കുട്ടിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ദൈവമേ, ചേച്ചിയുടെ ഭാഗ്യം. അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ഇങ്ങനൊരു അച്ഛനെ കിട്ടിയത്. സ്വന്തം അച്ഛനല്ലായിരുന്നിട്ടും ചേച്ചിയെ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ. അതെ, അച്ഛനില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോ ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നു. ആർക്കും എന്നെ വിട്ടുകൊടുക്കാനാവാതെ എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരാളാണ് ബാലചന്ദ്രൻ സാറ്, അല്ല എന്റെ അച്ഛൻ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. സ്വന്തം പെറ്റമ്മ എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും എന്റെ രണ്ടാനച്ഛൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. രേവതിക്കുട്ടി ഫോൺ വെച്ച ഉടനെ മാമച്ചനും ഗ്രേസ്യാമ്മയും അങ്ങോട്ടേക്ക് വന്നു. എന്താടി, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? മാമച്ചൻ ചോദിച്ചു. അതേ, ഒരു സന്തോഷ വാർത്തയുണ്ട്. അലീന ചേച്ചി വൈജ മാഡത്തിന്റെ മകളാണെന്നുള്ള കാര്യം ബാലചന്ദ്രൻ സാർ അറിഞ്ഞോന്ന്. അറിഞ്ഞോ? എന്നിട്ട് അവൾ അവിടെ നിന്നും ഇറക്കി വിട്ടോ? ഗ്രേസ്യാമ്മ നെഞ്ചത്തടിച്ചാണത് ചോദിച്ചത്. അതല്ലേ രസം. അലീന ചേച്ചിയെ മകളായിട്ട് അംഗീകരിച്ചു. മകളായിട്ടോ? നീ എന്തൊക്കെയാ പെണ്ണേ ഈ പറയുന്നത്? അതെ ആന്റി, ഇപ്പോ അലീന ചേച്ചി ബാലചന്ദ്രൻ സാറിന്റെ അച്ഛ എന്നാ വിളിക്കുന്നത്. ഇപ്പൊ അലീന ചേച്ചിക്ക് അച്ഛനുമുണ്ട് അമ്മയുമുണ്ട്. സ്വന്തം അമ്മ തിരിച്ചറിഞ്ഞില്ല എങ്കിലും പെറ്റമ്മയുണ്ടല്ലോ. പക്ഷേ എനിക്ക് മാത്രം ആരുമില്ലാതെ, അച്ഛനുമില്ല അമ്മയുമില്ല. ചൂണ്ടിക്കായക്കാനായിട്ട് ഒരു കാലത്ത് പറയാനായിട്ട് അച്ഛനുണ്ടോ അമ്മയുണ്ടോ എന്ന് പറയാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്കിടയിൽ രേവതിക്കുട്ടിയുടെ മുഖത്ത് സങ്കടത്തിന്റെ നിഴൽ വീണു. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. ജീവിതത്തിൽ ഇന്നേ വരെ അച്ഛ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്ത ഒരു മകളുടെ സങ്കടമായിരുന്നു അത്. എടി, നീ എന്തിനാടി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? അലീനക്കൊരു അച്ഛനെ കിട്ടിയതിൽ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ഗ്രേസ്യാമ്മ ചോദിച്ചു. അത് ശരിയാ ആന്റി. പക്ഷേ എനിക്കങ്ങനെ വിളിക്കാനൊന്നും ആരുമില്ലല്ലോ. എനിക്കും അങ്ങനെ വിളിക്കാൻ കൊതിയാവുന്നു. അച്ഛ എന്നൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ അച്ഛ അമ്മയെന്നൊന്നും ആരെയും വിളിച്ചിട്ടില്ല. രേവതിക്കുട്ടി സങ്കടത്തോടെ പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടി ഒരു വലിയ ആഗ്രഹം മാമച്ചനോട് പറഞ്ഞു. അതെ ആന്റി, ഞാൻ മാമച്ചനെ ഒരൊറ്റ തവണ അച്ഛ എന്ന് വിളിച്ചോട്ടെ. ഇത് കേട്ട് ഗ്രേസ്യാമ്മയും മാമച്ചനും അന്തം വിട്ടു നിന്നു. കൊതി കൊണ്ടാ, പ്ലീസ്, അച്ഛ എന്ന് വിളിക്കാനുള്ള കൊതി കൊണ്ടാണ്. ഒരൊറ്റ തവണ ഞാൻ വിളിച്ചോട്ടെ. രേവതിക്കുട്ടിയുടെ വാക്കുകൾ കണ്ണുനീരിൽ കുതിർന്നു. മാമച്ചന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നീ വിളിച്ചോടി. ഒരു തവണയല്ല, ഇനി നീ എന്നും എന്നെ അച്ഛ എന്ന് മാത്രം വിളിച്ചാ മതി. അങ്കിളെന്നൊന്നും വിളിക്കണ്ട.
രേവതിക്കുട്ടി ഓടിച്ചെന്ന് സന്തോഷം കൊണ്ട് മാമച്ചനെ കെട്ടിപ്പിടിച്ച് അച്ചാ എന്നങ്ങ് വിളിച്ചു. ആ സമയത്തിന് ഗ്രേസ്യാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോ മാമച്ചായൻ നിന്റെ അച്ഛനാണെങ്കിൽ പിന്നെ ഞാൻ ആരാ, അമ്മയോ? രേവതിക്കുട്ടി പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടിക്കും അച്ഛാ അമ്മയെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യമുണ്ടായി. അവൾക്ക് അവർ നൽകുന്നത് കേവലം സംരക്ഷണം മാത്രമല്ല, സ്വന്തം മകളോടുള്ള സ്നേഹം തന്നെയാണ്. ഇതേ സമയം തന്നെ തനിക്കെതിരെ നിയമപരമായ നീക്കങ്ങൾ നടത്താൻ വൈജയന്തിയുടെ പക്ഷം ഒരുങ്ങുന്നു എന്നറിഞ്ഞ മനുശങ്കർ ബാലചന്ദ്രനെ കാണാൻ വന്നു. നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുകയായിരുന്നു അവന്റെ ആവശ്യം. ഒടുവിൽ ബാലചന്ദ്രൻ ആ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. എത്ര നാൾ ഈ രഹസ്യം ഇങ്ങനെ മറച്ചുവെക്കാൻ സാധിക്കും? താൻ അലീനയെ മകളായി ദത്തെടുത്തതിലെ രഹസ്യം മനുശങ്കറും കൂടെ അറിയേണ്ടതുണ്ട്. മനു, നീ ഒരു കാര്യം അറിയണം. വൈജയന്തിയുടെ സ്വന്തം മകളാണ് അലീന എന്ന സത്യം ബാലചന്ദ്രൻ പറഞ്ഞു. ഇത് കേട്ട് മനുശങ്കറിന് ആദ്യമൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ ബാലചന്ദ്രനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നിട്ടാണോ ഇത്രയും നാൾ എല്ലാവരും കൂടിയിട്ട് അവളെ ഒഴിവാക്കാനും ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാനൊക്കെ ശ്രമിച്ചത് എന്ന ചിന്ത അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. അലീന ഇതുവരെ ഈ സത്യങ്ങളൊന്നും തന്നോട് പറഞ്ഞില്ലല്ലോ എന്ന സങ്കടവും അവനുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ വിഷമത്തിന് ശേഷം അവൻ ഒരു ചിന്ത വന്നു. ഒരുപക്ഷെ മുത്തച്ഛൻ ഇതെല്ലാം തന്നെ അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും മുത്തച്ഛൻ എന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും അവളെ നീ കൈവിടല്ലേ എന്ന്. അവളെ നീ ചേർത്ത് പിടിക്കണമെന്ന് മുത്തച്ഛൻ മനുവിനോട് പറഞ്ഞിരുന്നു. അവളുടെ സംരക്ഷണം നീ ഉറപ്പാക്കണം. നിന്റെ കൺവെട്ടത്ത് തന്നെ അവൾ ഉണ്ടാവണമെന്നൊക്കെ. അതെ, മുത്തച്ഛൻ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു അവനെ ഉപദേശിച്ചത് എന്ന് മനുശങ്കറിന് മനസ്സിലായി. പിന്നീട് മനുശങ്കർ അലീനയുടെ അടുത്തേക്ക് ചെന്നു. അലീന തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം തന്നെ മനുശങ്കറിനോട് തുറന്നു പറഞ്ഞു. മനുശങ്കറിന് ഇനിയെല്ലാം വ്യക്തമാണ്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ അവന് ഉറപ്പായിട്ടും അലീനയെ ഒന്നുകൂടി ചേർത്ത് പിടിക്കും. വൈജയന്തിക്ക് അത് ഇരട്ടി പണിയാവും. വൈജയന്തി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ഇനി മനുവിന് ധൈര്യത്തോടെ അലീനയെ പ്രപ്പോസ് ചെയ്യാം, സ്നേഹിക്കാം. കാരണം അവൾ അവന്റെ മുറപ്പെണ്ണാണ്, അച്ഛന്റെ പെങ്ങളുടെ മകളല്ലേ. ആ ഒരു സന്തോഷം കൂടെ മനുശങ്കറിനുണ്ട്. അങ്ങനെ മനുവിന്റെ സ്വന്തം മുറപ്പെണ്ണാണ് അലീന എന്ന് മനസ്സിലാക്കിയതോടുകൂടെ തന്നെ പിന്നെ മനുവിന്റെ മനസ്സിൽ അലീനയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ മനുവിന്റെ മനസ്സിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രണയമൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാട്ടോ. ബൈ.